വീട്ടമ്മമാർക്ക് എങ്ങനെയാണ് ഒരു എക്സലിന്റെ കോഴ്സിന്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഉപയോഗപ്പെടുന്നത്? ഒരു ഡാറ്റ ആൻഡ് ജോബിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? എക്സൽ അറിയണം, അല്ലാണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല. ഈ ഒരു കൊറോണ കാലത്ത് ഈ ഒരു എക്സലിന്റെ പ്രസക്തി എങ്ങനെയാണ് സാറിന്റെ ഒരു കാഴ്ചപ്പാടല്ല? അത് നെക്സ്റ്റ് ജനറേഷൻ എല്ലാവരും ഉദ്ദേശിക്കും ഇതിലേക്കാണ് പോകുന്നുള്ളത്. ഒരു ക്യൂരിയോസിറ്റി എങ്ങനെയും പഠിച്ചെടുക്കണം എന്നുള്ളത്. ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു കോഴ്സ് സാർ പ്രിഫർ ചെയ്യുന്നത്? ആർക്കും ഈസി ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ മോഡ്യൂൾസിന്റെ കൂടെ ഫ്രീ വർക്ക് ഷീറ്റ് കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്യാം. സാറിന്റെ ഒരു ലൈഫിൽ ബിഫോർ എക്സൽ ആൻഡ് ആഫ്റ്റർ എക്സൽ എന്താണ് ജീവിതത്തിലെ അനുഭവം? അവിടെ ഇപ്പോൾ മീൻ കച്ചവടമാണെങ്കിലും അല്ലെങ്കിൽ ബാങ്കിലാണെങ്കിൽ വർക്ക് ചെയ്യുന്ന തന്നെ ഗൾഫ് ആണെങ്കിൽ ഫാമിലി ഹാപ്പി. ഇപ്പോഴുള്ള മെയിൻ കോമ്പറ്റേറ്റർ ആണെന്ന് ഗൂഗിളിന്റെ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലിനക്സിന്റെ ലിബർ ഓഫീസ് ഉണ്ട്. പക്ഷേ എക്സലന്റ്, അതിലൊരു മാറ്റമില്ല, ആരും മാറില്ല. ലോറൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് ലോറൽസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മലയാളികൾക്കും ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ലോറൽസ് എന്ന് പറയുന്ന ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം. വളരെ കുറഞ്ഞ ചെലവിൽ ഒരുപാട് വൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇന്ന് ലോറൽസിൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മിസ്റ്റർ മുഹമ്മദ് അൽഫാൻ ആണ്. എക്സലിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സർ, എന്താണ് എക്സൽ, അല്ലെങ്കിൽ എക്സലിന്റെ ഗുണങ്ങൾ എന്താണ്? മൈക്രോസോഫ്റ്റിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ ആണ് എക്സൽ എന്നുള്ളത്. ഇപ്പോൾ ഏതൊരു സിസ്റ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വിൻഡോസ് പി സി, എല്ലാവരും ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് പി സി ആയിരിക്കും. അതിൽ MS ഓഫീസ് പാക്കേജ് ഇൻസ്റ്റാൾ ആയിരിക്കും. പക്ഷേ ആ എക്സലിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ്, എത്രത്തോളം സാധ്യത ഉണ്ട് ആൾക്കാർ തിരിച്ചറിയുന്നില്ല. അതെ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വെക്കേഷൻ ടൈമിൽ MS എക്സൽ പഠിക്കുക എന്ന് മാത്രം. അതിന്റെ ബാക്കി നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെ അത് യൂസ് ചെയ്യാൻ സാധിക്കും അതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. അതെ, ഈവൻ ഞാൻ പഠിക്കുന്ന ടൈമിലൊന്നും ഇതിന്റെ സ്കോപ്പ് എന്താണെന്ന് അറിയോ. അത് മാത്രമല്ല, അവിടെ ഒരു അന്നൊക്കെ കമ്പ്യൂട്ടർ എന്താന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കാണാം സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പം MS ഓഫീസ്, MS വേർഡ്, അതേമാതിരി തന്നെ പവർ പോയിന്റ് പ്രസന്റേഷൻ ജസ്റ്റ് ഫോർ നെയിം സൈക്കിൾ കാണിച്ചു തന്ന മാതിരിയാണ് നമുക്ക് എടുത്തു തന്നത്. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് പിന്നീടാണ് മനസ്സിലായത്, എസ്പെഷ്യലി ഒരു ജോലിക്ക് കയറാൻ നേരത്തെ. അതെ, അതാണ് ഞാൻ ചോദിക്കാൻ അടുത്ത വിചാരിച്ചത്. കാര്യം സാറിന്റെ ഒരു ലൈഫിൽ ബിഫോർ എക്സൽ ആൻഡ് ആഫ്റ്റർ എക്സൽ എന്താണ് ജീവിതത്തിലെ അനുഭവം? എൻ്റെ ഗ്രാജുവേഷൻ BCom ആണ്. ഞാൻ BCom ഗ്രാജുവേറ്റ് ആണ്. അപ്പം ഏതൊരു BCom ഗ്രാജുവേറ്റ് ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഈ ഗ്രാജുവേഷൻ ശേഷം എന്ത് കോഴ്സ്, അക്കൗണ്ടിങ് ഫീൽഡിലേക്കാണോ അല്ലെങ്കിൽ ഫർദർ വേറെ എന്തെങ്കിലും പഠിക്കണം എന്നുള്ളത്. എനിക്ക് ഒരു MBA പഠിക്കാൻ ആഗ്രഹം. അപ്പോൾ ഡിസ്റ്റൻസ് ആയി MBA ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കൂടെ തന്നെ ഈ BCom പഠിച്ചുകൊണ്ട് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ട് തന്നെ ഈ ടാലി എന്നുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അന്നാണ് ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് 2005. അപ്പം ആ ഒരു കോഴ്സിന് സാധ്യത ഉണ്ട് എന്നുള്ളത് കേട്ടവർ കൊണ്ട് തന്നെ കൂടുതൽ ഒരു വെയിറ്റേജ് ആണല്ലോ. ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോലിനെ അല്ലെങ്കിൽ ജോലി കിട്ടുകയാണെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ചെയ്യും. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ടാലി എല്ലാ സ്ഥലത്തും കോമൺ ആണ്. ടാലിയുടെ കൂടെ ഇങ്ങനെ പെർട്ടിക്കുലർ കോഴ്സ് എടുക്കുക. അതെ. അപ്പൊ അതുപോലെ നമ്മൾ ഈ കമ്മ്യൂണിറ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി തന്നെ അപ്പൊ തന്നെ ഗൾഫിലേക്ക്, എന്താണെന്ന് അറിയില്ല. ഡിഗ്രി തന്നെ അപ്പൊ എന്ത് ജോലിയാണ് കിട്ടുന്നത് അതൊന്നും അവർ കോഴിക്കോടാണെങ്കിൽ എസ്പെഷ്യലി അത് അവിടെ ഇപ്പോൾ മീൻ കച്ചവടമാണെങ്കിലും അല്ലെങ്കിൽ ബാങ്കിലാണെങ്കിൽ വർക്ക് ചെയ്യുന്ന തന്നെ ഗൾഫ് ആണെങ്കിൽ ഫാമിലി ഹാപ്പി, ആ ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പം മെയിനായിട്ട് ഇവിടെ ഞാൻ പറയുന്നത്, ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഈ ടാലി എവിടെ കൊടുക്കുന്ന കോഴ്സ് അന്വേഷിച്ചു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തി. കൂടാതെ അവർ പറഞ്ഞു, അൽഫാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു MS എക്സൽ എന്നുള്ളൊരു പ്രോഗ്രാമും കൂടി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഫീൽഡിനെ ഇമ്പാക്ട് ചെയ്യിക്കും എന്നുള്ളത്. അപ്പോൾ മാക്സിമം കൺവിൻസ് ചെയ്തു. ഞാൻ ആ കോഴ്സ് അന്നാണ് എന്താ എക്സലിന് കാണുന്നത്, എക്സലിന് കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പറയാം ആ ഒരു പ്ലാറ്റ്ഫോം എന്താണെന്ന് കാണുന്നത്, ഇന്നെന്ന അവർ കാണിച്ചു തന്ന ആ ഫോർമുല ഫങ്ഷൻസ് എന്താണെന്ന് അറിയുന്നത്. അത് എക്സാമൊക്കെ വെച്ച് ഒരു 3 മാസത്തെ കോഴ്സാണ്. A ഗ്രേഡ് സർട്ടിഫിക്കറ്റും കിട്ടി. അത് കിട്ടിയപ്പോൾ ഞാൻ വെച്ചത് എക്സലിൽ സെറ്റാണ്, എന്ത് ചെയ്യാനും പറ്റും. അപ്പോൾ അന്ന് തന്നെ ഡിസൈഡ് ചെയ്തോ ഇതാണ് എൻ്റെ കരിയർ, എക്സലിലൂടെയാണ് ഞാൻ എൻ്റെ കരിയർ ഫോളോ ചെയ്ത് പോകാൻ പോകണം എന്നുള്ള അന്നത്തെ ഒരു മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ഫീൽഡ് എന്തായാലും ഫിനാൻസായി ബന്ധപ്പെട്ടുള്ളതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ എൻ്റെ ഫസ്റ്റ് ജോബ് TCS ആയിരുന്നു. അപ്പം ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ തന്നെ എല്ലാവരും ഒരുവിധം മെജോറിറ്റി ആൾക്കാർ എക്സലാണ് ഒരു അനലിസ്റ്റ്. എൻ്റെ ഫസ്റ്റ് കമ്പനീൻ്റെ റോള് അക്കൗണ്ട്സ് പേബിൾ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഓക്കെ, അപ്പം അവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത് എക്സൽ ഷീറ്റിൽ. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ കോഴ്സാണ്, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, പഠിച്ചതാണല്ലോ, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി. പക്ഷേ ഞാൻ പഠിച്ചതൊന്നല്ല അവിടെ കാണിക്കുന്നത്. സീരിയസ്ലി ഞാൻ പഠിച്ചത് ഈവൻ ഒരു ഫൗണ്ടേഷൻ എന്നൊക്കെ പറയും, ബേസ് മാത്രമാണ്. അത് എത്രയോ ദൂരം സഞ്ചരിക്കാൻ ഞാൻ അന്നാണ് റിയലൈസ് ചെയ്തത്. പിന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി കൂടി. ഓരോ ലീഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം അവർ തന്നെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സും എങ്ങനെ വർക്ക് ചെയ്യേണ്ട മെത്തേഡും പറഞ്ഞു. എക്സൽ എന്ന സംഭവം നമുക്കൊരു പാഷൻ, എക്സലിന് മാത്രമല്ല നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ഈസി എന്തും ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ എക്സൽ ആയിരുന്നു എൻ്റെ പാഷൻ.
അപ്പോൾ മാക്സിമം എത്രത്തോളം ഫങ്ഷൻസ് ആൻഡ് ഫോമുലാസ് കാലഘട്ടത്തുണ്ട്. അപ്പോൾ ഞാനന്ന് യൂസ് ചെയ്തത് 2007-3 ഇതായിരുന്നു വേർഷനായിരുന്നു. ഇപ്പോൾ 2019 വരെ വേർഷൻ എത്തി. അപ്പോൾ ഓരോ വേർഷനിലും ഓരോരോ ഫങ്ഷൻസ് ആഡ് ഓൺ ചെയ്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ തന്നെ എന്നെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അത് എക്സലിൽ. കാരണം അതിന്റെ സാധ്യത ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 14 years എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു അനലിസ്റ്റ് ഫീൽഡിൽ തന്നെ. ഇപ്പോഴും എൻ്റെ വർക്കിന്റെ ഭാഗമായിട്ട് എക്സൽ ഉണ്ട്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, സാർ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മൾ ഏതൊരു ഫീൽഡിലാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതെ അതെ, ഏത് ഫീൽഡിലാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് ഫീൽഡിലാണോ അതുപോലെ തന്നെ ഏതിലാണോ നമുക്ക് പാഷൻ ഉള്ളത്, അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും. അപ്പം ആ എക്സലിന്റെ ഇമ്പോർട്ടൻസ് സ്കോപ്പ് ശരിക്കും ഞാൻ ഈ ലാസ്റ്റ് 14 years ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാഡം ചോദിച്ചാൽ മതി എന്താണ് ആ മെയിൻ അച്ചീവ്മെന്റ് ലൈഫിൽ എക്സൽ അറിയുന്ന മുന്നേയും ശേഷം. മുന്നേ അറിഞ്ഞ് ഞാൻ പറഞ്ഞത്, എൻ്റെ ശേഷം എന്നുള്ളത് അതിൻ്റെ മെയിൻ അച്ചീവ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും നോളജ്. എന്നെ അറിയുന്ന ഐ മീൻ എൻ്റെ കൊളീഗ്സിനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുകൾക്കും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അടുത്ത് വേറൊരു കമ്പനി വർക്ക് ചെയ്ത് എക്സെഞ്ചർ എന്നുള്ള കമ്പനി. ആ എക്സെഞ്ചർ എന്നുള്ള കമ്പനി വർക്ക് ചെയ്യാൻ മെയിൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് MIS റിപ്പോർട്ടിൽ എക്സ്പേർട്ട് ആയിരിക്കണം ഓർ എക്സൽ എക്സ്പേർട്ട്. ഓക്കെ, അത് നല്ലൊരു പൊസിഷൻ ആയിരുന്നു. അത് ഞാൻ അപ്ലൈ ചെയ്തു. ഈവൻ അതിൽ ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി ഒരു എക്സൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈവൻ MBA + MIS റിപ്പോർട്ട് സ്പെഷ്യലൈസേഷൻ എടുത്ത ആൾക്കാർക്കും ചിലപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊണ്ടൊന്നുമില്ല. അപ്പോൾ അത് വളരെയധികം ഒരുപാട് സാധ്യതകൾ വളരെ സാധ്യതകളാണ്. അത് എത്രത്തോളം നമ്മുടെ ആളുകൾക്ക് അത് എത്രത്തോളം അറിയാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സലിന്റെ ഒരു ഫോർ എക്സാമ്പിൾ ചെറിയൊരു ഫോമുല VLOOKUP ഫംഗ്ഷൻ ഇൻ മലയാളം ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കൂ. വളരെ റെയർ ചാനൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അധികം ആൾക്കാർക്കും ഇംഗ്ലീഷ് ചാനൽ 98% ഇംഗ്ലീഷ് ചാനൽ. അവിടെയാണ് നമ്മുടെ ഈ ഒരു ലോർലെസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ സാധ്യത. അധികം യൂറോപ്യൻസും അതേപോലെ അമേരിക്കൻസും അവരാണ് എക്സലിനെ കുറിച്ച് മാക്സിമം ചാനൽസ് അവർ ബിൽഡപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ഈ അറബ്സിലുണ്ട്, ഹിന്ദിയിലുണ്ട്, പക്ഷെ മലയാളത്തിൽ വളരെ കുറവ്. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് തോന്നിയത് ഒരു കാര്യം പറയുവാണ്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആൾക്കാർക്കിടയിൽ ഇതിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇതിനൊരു സാധ്യത ശരിക്കും അറിയില്ല. അതുകൊണ്ടായിരിക്കാം ചാനൽസ് കുറവും. ഈ പറഞ്ഞ പോലെ മറ്റ് ഭാഷകളിൽ കൂടുതൽ വരാൻ കാര്യം അവർക്ക് അതിന്റെ കൃത്യമായ സാധ്യതകളും അതിന്റെ ഒരു പ്ലാറ്റ്ഫോമിന്റെ കറക്റ്റ് കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടാണ്. അതെ സർ, ഈ ഏത് തരം ആൾക്കാർക്കാണ് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്? ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു കോഴ്സ് സാർ പ്രിഫർ ചെയ്യുന്നത്? ഞാനിപ്പോൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് 5 ആൾക്കാർക്ക് ഫസ്റ്റുള്ള സ്റ്റുഡൻസ് ആണ്. കാരണം അവർ കോർപ്പറേറ്റിലേക്ക് കടക്കാൻ വേണ്ടി പോകണം, എന്താണെന്ന് എക്സൽ അറിയണം. ഇപ്പോൾ ഇവൻ ഞാൻ തന്നെ ഈവൻ ഫസ്റ്റ് ജൂലൈ അറ്റൻഡ് ചെയ്യാത്ത ഒരു ബയോഡാറ്റ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർ എന്താ ചെയ്യുക, വേറെ ഒരുത്തൻ്റെ എടുക്കുന്ന ബയോഡാറ്റ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യണം. അതിൽ ഏത് ബയോഡാറ്റയിലും ബൈ ഡീഫോൾട്ട് ആയിട്ട് MS Office Excel എന്നുള്ളൊരു സ്കിൽ അവിടെ ഉണ്ടാവും. അത് എത്ര ഇപ്പോൾ പ്രൊഫഷൻസ് ലെവൽ ബേസിക് ആണെങ്കിലും എക്സ്പെർട്ട് ആണ് അവിടെ ഉണ്ടാവും സംഭവം. അപ്പോൾ ഇന്റർവ്യൂ എടുക്കുന്ന ഒരാൾ എന്താ വിചാരിക്കുക, ഇവന് സ്കിൽ ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഇവൻ ആ ഫ്ലോറിലേക്ക് അവർ ഓൺബോർഡ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പം ഞാൻ ഫസ്റ്റ് വരുന്നത് സ്റ്റുഡൻസ്, മെയിനായിട്ട് ഫോക്കസ് സ്റ്റുഡൻസ് ആണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻസ്, അതായത് ഈ കോർപ്പറേറ്റ് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർ. നെക്സ്റ്റ് ആൾക്കാരാണ് നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ HR ഡിപ്പാർട്ട്മെന്റ്, ഈ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ. ഈവൻ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആൾക്കാർ, CFO, CEO, അവർക്ക് ഈ പൈവറ്റ് ടേബിളൊക്കെ വളരെ ഇമ്പാക്ട് ചെയ്യിക്കും, പ്രത്യേകിച്ച് ഹൈ ലെവൽ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ. പിന്നെ വേറൊരു കാറ്റഗറി ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ കാറ്റഗറി പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാറ്റഗറി. ഡെഫിനറ്റ്ലി. കാരണം അത് പറയാൻ കാരണം ഓൺട്രപ്രണേഴ്സിന് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്സ് കമ്പനി അവർക്ക് ഒരു അല്ലെങ്കിൽ അവർ ഒരു ബഡ്ജറ്റ് ഭയങ്കര എന്തെങ്കിലും പറയുക പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പം അതിലൊരു ERP സോഫ്റ്റ്വെയർ താങ്ങാനുള്ള ഒരു ഇതുണ്ടാവില്ല. അതിന് പകരം അവർക്ക് സ്വന്തമായിട്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള, ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അതിപ്പോൾ ഒരു ടാലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മേടിക്കുകയാണെങ്കിൽ അതൊരു എമൗണ്ട് കൊടുക്കണം. പക്ഷേ ഈ ഒരു എക്സൽ ഒരു പ്രൊഫഷൻ്റെ ആൾക്ക് തീർച്ചയായും ഒരു ടൂൾ അവിടെ തന്നെ ചെറിയൊരു സോഫ്റ്റ്വെയർ അതിൻ്റെ ഉള്ളിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും കസ്റ്റമൈസ്ഡ് അവർക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ അതിൽ തന്നെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ശരി. അപ്പം വേറൊരു കാര്യം, ഈ ഒരു കൊറോണ കാലത്ത് ഈ ഒരു എക്സലിന്റെ പ്രസക്തി എങ്ങനെയാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടല്ലോ? ഓക്കെ, അത് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൽ കുറേ ആൾക്കാർ പറഞ്ഞു എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ എനിക്കിവിടെ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന എനിക്ക് ടൈം കിട്ടില്ലായിരുന്നു. അപ്പം ഈ അടുത്ത കാലത്ത് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് കിട്ടിയത്. അപ്പോൾ ഒന്ന് ഏർലി മോർണിംഗ് ടൈമുണ്ട്, ഈവൻ നൈറ്റിലും ടൈം ഉണ്ടല്ലോ. കാരണം വെച്ചാൽ
ജോലിക്ക് പോയി വരുന്ന ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടി മാറി ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചാനൽ തുടങ്ങിയത് കുറേ ആൾക്കാരെ ഫീഡ്ബാക്ക് മെയിൽ ത്രൂ കിട്ടിയിട്ടുണ്ട്, വാട്സപ്പ് ത്രൂ കിട്ടിയിട്ടുണ്ട്. കാരണം അവരെ ബിസിനസ്സിൽ എത്രമാത്രം, കാരണം ഇപ്പം മാഡം ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഞാൻ അവരെ വേർഡ്സ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, അവർക്കിപ്പം അല്ലെങ്കിലേ ബിസിനസ് ഡള്ളാണ്. അപ്പം അവർക്കായിട്ടുള്ളൊരു ഇപ്പം മെയിനായിട്ട് അവർ ഏതൊരു ബിസിനസ്സും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അവർക്ക് അതിൻ്റെ സ്യൂട്ടബിൾ സോഫ്റ്റ്വെയർ ഇഷ്ടം പോലെ ഉണ്ട് കിട്ടാണ്ട്, പക്ഷേ അവരെ ചില പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസിയായി നമുക്ക് എക്സലിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ അത് ഒരു ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീ ആയിട്ടാണ് ആ ഒരു ചാനൽ കൂടെ ഞാൻ കൊടുക്കുന്നത്. യെസ് ഫ്രീ കോഴ്സ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്. അതായത് ആ ഒരു ചാനലിൽ ഒരു ഐഡിയ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ ലോറസ് എന്നുള്ളതിൽ കൂടെ A to Z നമുക്ക് അത് ഫ്രം ദി സ്ക്രാച്ച്, അതായത് എങ്ങനെ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യാം അത് തൊട്ടിട്ട് ഒരു VBA വൈഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് വരെ കൊടുക്കുന്നുണ്ട്. ഒരു പോയിന്റ് മിസ്സാവാൻ. അതാണ് നമ്മൾ ലോറൽസിന്റെ ഒരു പ്രത്യേകത, പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കും അല്ലേ. അപ്പോൾ വേറൊരു കാര്യം, ഈ ഒരു പഠിക്കേണ്ട പറഞ്ഞല്ലോ, അതായത് ഹയർ ലെവൽ, അതായത് ഡിഗ്രി ലെവലുള്ള കുട്ടികൾക്കാണ് സ്കൂൾ ലെവലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ജസ്റ്റ് ഒരു മന്ത്ലി ഒരു ടൈം പറ്റും, ആ ഒരു ടൈം അങ്ങനെ ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ലാബിലൊക്കെ പോകാനോ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം കമ്പ്യൂട്ടർ ആ ഒരു ടൈമിൽ കാണാമല്ലോ, ഒരു 98 ഒരു 97 ആ ഒരു ടൈമിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ അത് തന്നെ ഒരു സിസ്റ്റം തന്നെ 6 ആൾക്കാർ യൂസ് ചെയ്യും. അന്നൊക്കെയാണ് വിൻഡോസ് 97 ആ ഒരു ലെവലാണ്. എക്സൽ എന്താന്നുള്ളത് അന്ന് കണ്ട് ഓർമ്മയില്ല എനിക്ക് ആക്ച്വലി. അപ്പോൾ ഇപ്പോഴത്തെ സിലബസ് ഈവൻ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പം ഇപ്പോൾ കേരള സിലബസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ +1 +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ അക്കൗണ്ടിങ് ആണ്, പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറിൽ എങ്ങനെ അക്കൗണ്ടിങ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള എക്സലിനെ ഞാൻ ടോപ്പിക് കണ്ടിരുന്നു. വളരെ ഹാപ്പി കണ്ടു. പക്ഷേ അതും ഇൻഡെപ്ത് അല്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രം. യെസ്, കുറേ ആൾക്കാർ, കുറേ പാരൻസ് കുട്ടികളെ എൻകറേജ് ചെയ്യുന്നുണ്ട്, ചെറുപ്പം മുതലേ കോഡിങ് പഠിക്കണം. അതിന് കുറേ ആഡും കാണാനുണ്ട്. കോഡിങ് നല്ലതാണ്, യെസ്, പക്ഷെ അത് ആ സെയിം ലെവൽ തന്നെ എക്സൽ എന്തുകൊണ്ട് എൻകറേജ് ചെയ്തുള്ള. അതെ, ഞാനും സത്യം സാർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലും തോന്നിയത് എക്സൽ ഇത്രയ്ക്കും വൈഡ് ആയിട്ടുള്ള സാധ്യത ഉള്ളതാണ്. ഞാനും ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയുന്നത് കേട്ടോ. കോഡിങ് നമ്മളിപ്പോഴത്തെ ഈ ഒരു, എനിക്ക് തോന്നുന്നു ഈ ഒരു കൊറോണ സമയത്ത് കൂടുതലാണ് കോഡിങ്ങിന്റെ കുറച്ച് കുട്ടികളിലെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു കോഡിങ് ഒരു 6ാം ക്ലാസ് തൊട്ടിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും, ആ സെയിം ലെവൽ തന്നെ എക്സലും ആ കുട്ടീനെ തന്നെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ആ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു MBA കഴിഞ്ഞ് ഒരു കോർപ്പറേറ്റ് സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ ഈ കോഡിങ് പഠിക്കുന്ന ആൾക്കാർ വരെ എക്സൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ എക്സൽ പഠിക്കുന്ന ഫോർ എക്സാമ്പിൾ HR ഡിപ്പാർട്ട്മെന്റോ ബാങ്കേഴ്സോ ടീച്ചറോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മാർക്കറ്റോ ഒരിക്കലും കോഡിങ്ങിന്റെ ആവശ്യമില്ല, ഇല്ലല്ലോ. മാത്രമാണ് കോഡിങ്, ടെക് ഫീൽഡ് മാത്രം, റൈറ്റ്. പക്ഷേ കോഡിങ് പഠിച്ച റിപ്പോർട്ട് എങ്ങനെ എക്സൽ അവിടെ വേണം, റൈറ്റ്. അതാ ഡിഫറൻസ്. എക്സലിന്റെ സാധ്യത അത്രക്കുണ്ട്. നെക്സ്റ്റ് 20-25 ഇയേഴ്സിലേക്ക് അതിനൊരു കോമ്പറ്റീറ്റർ വരില്ല. ഈവൻ വന്നാലും ആൾക്കാർ എക്സൽ തന്നെ ചൂസ് ചെയ്യുള്ളൂ, അത്രക്കും യൂസർ ഫ്രണ്ട്ലിയാണ്. ഇപ്പോഴുള്ള മെയിൻ കോമ്പറ്റീറ്റർ ആണ് ഗൂഗിളിന്റെ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലിനക്സിന്റെ ലിബ്രെ ഓഫീസ് ഉണ്ട്. പക്ഷേ എക്സലന്റ് ആണ്, അതിനൊരു മാറ്റമില്ല, ആരും മാറില്ല. സാർ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്റ്റുഡൻറ് ലെവൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു എംപ്ലോയർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് എംപ്ലോയേഴ്സിന് അതിനെ സ്വാധീനിക്കുന്നത്, ഒരു എക്സൽ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി സ്വാധീനിക്കും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഈ TCSൽ വർക്ക് ചെയ്യുമ്പോൾ, അത് 2009-08 ആ പീരീഡിൽ വർക്ക് ചെയ്യുമ്പോൾ വേൾഡ് മൊത്തം റിസഷൻ ടൈം ആയിരുന്നു, എക്കണോമിക്കലി കംപ്ലീറ്റ് ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാ കമ്പനിയും മാക്സിമം കോസ്റ്റ് സേവിങ് സ്ട്രാറ്റജീസ് നോക്കാം. ചില കമ്പനീസ് 9 hours 11 hours ആക്കും, ചില കമ്പനീസ് എംപ്ലോയീസിനെ കട്ട് ഓഫ് ചെയ്യും, സാലറി ഡൗൺ ആക്കും. ഇപ്പോഴും ഈ സെയിം സ്ട്രാറ്റജീസ് ചിലപ്പോൾ യൂസ് ചെയ്ത് വരാം. ഞാൻ പറയാൻ വേണ്ടി വരുന്നത് ഈ ഒരു എക്സലിന്റെ ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു BPO ഫീൽഡൊക്കെ ഇല്ലേ, അതായത് ഡാറ്റ എൻട്രി ഫീൽഡ്, അവിടെ ഇപ്പോൾ ഒരു 10 എംപ്ലോയീസ് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് എക്സൽ തന്നെ ഒരു 5 എംപ്ലോയീസിന്റെ വർക്ക് ഒന്നിച്ച് ചെയ്യും, ഓട്ടോമേഷൻ ടൂൾ വെച്ചിട്ട്. ദാറ്റ്സ് കോൾഡ് VBA മാക്രോ എന്നുള്ളൊരു ഫീച്ചറിൻ്റെ എക്സൽ. അപ്പോൾ അവിടെ 5 എംപ്ലോയീസ് അവിടെ സേവ് ആയി, റൈറ്റ്. അപ്പം ആ ഒരു ടൂൾ അവിടെ ഡെവലപ്പ് ചെയ്താൽ തന്നെ ബാക്കി ഓട്ടോമേഷൻ എക്സൽ ചെയ്തുള്ളത് ഒരു റോബോട്ടിക്സ് പോലെ. അത് ഞാൻ കണ്ടിട്ടുമുണ്ട്, ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ. TCS ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 10 എംപ്ലോയീസ്, ഇപ്പോൾ BPO സ്റ്റാഫുകൾ തന്നെ 10 എംപ്ലോയീസ് ആണെങ്കിൽ ഒരു 4 എംപ്ലോയീസിനെ കട്ട് ഓഫ് ചെയ്തിട്ട് അതൊരു ഓട്ടോമേഷൻ ടൂൾ വെച്ചാൽ മതി. കാരണം ഡാറ്റ എൻട്രി മാനുവൽ പ്രോസസ് അല്ലോ, ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ക്യാച്ച് ചെയ്യും. അതൊക്കെ കാണുമ്പോൾ തന്നെ
ഒരു ക്യൂരിയസിറ്റി എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ളത്. അതിന്റെ ഇമ്പോർട്ടൻസ് ഫീച്ചേഴ്സ് ഒന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ പറയാ, അത് നെക്സ്റ്റ് ജനറേഷൻ എല്ലാവരും ഉദ്ദേശിക്കും ഇതിലേക്കാണ് പോകുന്നുള്ളത്. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കോസ്റ്റ്, ഒരു ഹ്യൂജ് സേവിങ്സ് ആണ് അവിടെ, റൈറ്റ്? ഈ ഒരു ടൂള് അപ്പൊ എത്ര സാറിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാവുമ്പം സാറിന്റെ ഒരു സർക്കിളിൽ എത്ര പേർക്ക് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്? എത്ര പേരെന്ന് പറയുമ്പോൾ എനിക്കത് കൗണ്ട്ലെസ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാൻ നേരത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കൊളീഗ് വന്നു, അൽഫാന്തൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, എനിക്കറിയുന്ന ഞാൻ ഷെയർ ചെയ്യും. ഈവൻ എക്സലിൽ ഞാൻ ഒരാളും പെർഫെക്റ്റ് അല്ല എക്സലിൽ. ഈവൻ ഞാനും ഇപ്പോഴും ഒരു അഡ്വാൻസിൽ പഠിച്ചും കൂടെ നിൽക്കാം. അപ്പൊ അറിയുന്നത് ഷെയർ ചെയ്യാന്നുള്ളത് എക്സ്പെഷ്യലി എക്സലിന്റെ കാര്യത്തിൽ അത് എന്താ പറയാ, പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു പാഷനുള്ള സംഭവം പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ചില കൊളീഗ്സിന് കുറെ കൊടുക്കലുണ്ട്, ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കലുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ കമ്പനി വർക്ക് ചെയ്യുന്ന അവിടെ തന്നെ ഞാൻ 2-3 സെഷൻ എംപ്ലോയീസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഇപ്പം ഫാമിലി മെമ്പേഴ്സിന് കൊടുത്തു, കൊളീഗ്സിന് സാറ് ഒരു എക്സലിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് കൊടുത്തു. അപ്പോൾ സാറിന് മറക്കാൻ പറ്റാത്ത സാറിൻ്റെ ഒരു ക്ലാസ് കൊണ്ട്, അല്ലെങ്കിൽ സാറിന് അങ്ങനെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഇതുകൊണ്ടൊരു ഗുണമുണ്ടായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ എന്തെങ്കിലും? ഇതിൽ ഈ ഒരു ക്വസ്റ്റനിൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. 2002 ഞാൻ SSLC പാസ് ഔട്ട്. പിന്നെ ആ സ്കൂളിലേക്ക് ഇത് എടുക്കാനായിട്ടാണ് പോകുന്നത് 2019 ലാസ്റ്റ് ഇയർ. അപ്പം ആ ഒരു സ്കൂളിൽ +1 +2 കുട്ടികൾക്ക് ആ സിലബസിൽ ഇത് കവേർഡ് ആയിരുന്നു. പക്ഷേ ആ സിലബസിനേക്കാളും പുറമെ അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ സ്കോപ്പും, കാരണം അവർ ഡിഗ്രിക്ക് ശേഷം പിന്നെ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ ഫർദർ സ്റ്റഡിക്ക് ശേഷം. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു നല്ലൊരു വർക്ക്ഷോപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ആ ഒരു സ്കൂൾസിനും അതേപോലെ മാഷുമാർക്കും എനിക്ക് ഇപ്പോഴും കിടപ്പാടുണ്ട്. അതൊരു വല്ലാത്തൊരു അച്ചീവ്മെന്റ്, മറക്കാൻ പറ്റിയ അച്ചീവ്മെന്റ്. കാരണം സ്വന്തം സ്കൂളിൽ തന്നെ കൊടുക്കാൻ പറ്റിയ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പോൾ സാർ, ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ക്വസ്റ്റ്യൻ ആണത്, എനിക്ക് അറിയാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ലെവൽ, അല്ലെങ്കിൽ കോളേജ് ലെവൽ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലെവൽ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ വീട്ടമ്മമാർക്ക് എങ്ങനെയാണ് ഒരു എക്സലിൻ്റെ കോഴ്സിൻ്റെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഉപയോഗപ്പെടുന്നത്? ഡെഫിനറ്റ്ലി. കാരണം ഈ ഒരു കോവിഡ് ടൈമിൽ, എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ കുറെ ഓപ്പർച്യൂണിറ്റി, വർക്ക് ഫ്രം ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതായത് ഡാറ്റ എൻട്രി വർക്ക് ഫ്രം ഓപ്പർച്യൂണിറ്റി, എസ്പെഷ്യലി ഫോർ എന്താ പറയുക, നിങ്ങളെ പോലുള്ള സ്ത്രീകൾക്ക്. അപ്പോൾ ആ ഒരു ഡാറ്റ എൻട്രി ജോബിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? എക്സൽ അറിയാം, അല്ലാണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല. ഇപ്പൊ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല. ഇപ്പൊ ഇവർ ഗൂഗിളിലും ആമസോണിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിഗ്രി വേണ്ട, സ്കില്ലുണ്ടോ അവർ ഹയർ ചെയ്യും ഷുവറായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്കില്ലുണ്ടോ, എക്സൽ സ്കില്ലുണ്ടോ, നിങ്ങൾ ജോലി നേടിയിരിക്കും. അതൊന്ന്. അതുകൂടാതെ നിങ്ങളെ പേഴ്സണൽ എക്സ്പെൻസ് കാൽക്കുലേഷൻ, ഒരു വീട് മൊത്തം മാനേജ് ചെയ്യുന്ന ഒരാളാണ്. കൂടാണ്ട് തന്നെ ആ സ്കില്ലുണ്ട് നിങ്ങളെ കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കാം. അതിന്റെ സ്കോപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. അതെ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്റെ കുട്ടിക്കും എനിക്കും ഒരേ സമയം തന്നെ പഠിക്കാനുള്ള സാധ്യത നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട്, അല്ലേ? ഓക്കെ സാർ, അപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലോറൽസിന്റെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ സ്റ്റുഡൻസ് ആവാം, എന്റർപ്രണർ ആവാം, എംപ്ലോയി ആവാം, അല്ലെങ്കിൽ എംപ്ലോയർ ആവാം, ആരും ആയിക്കോട്ടെ. ഈ ഒരു കോഴ്സ് ബിൽഡപ്പ് ചെയ്ത് തന്നെ അത്രക്കും സിസ്റ്റമാറ്റിക് വേയിലാണ്. കാരണം ആർക്കും ഈസി ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ മൊഡ്യൂൾസിൻ്റെ കൂടെയും ഫ്രീ വർക്ക് ഷീറ്റ് കൊടുക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അത് അത്രക്കും അഷ്വറൻസ് ചെയ്യാൻ തരുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങളൊരു ഹ്യൂജ് ഇമ്പാക്റ്റാണ് നിങ്ങളെ കരിയറിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതെ, ഇത്രയും നേരം ഞാൻ അടുത്തിരുന്ന് കേട്ടപ്പോൾ എനിക്ക് പോലും ആ ഒരു, ശരിക്കും പറഞ്ഞാൽ എക്സലിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. സാറിൻ്റെ ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ നമ്മുടെ ഒരു സംസാരത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പൈസ പല രീതിയിൽ നമ്മൾ ചിലവാക്കുന്നുണ്ട്, അല്ലേ? വളരെ കുറഞ്ഞ ചിലവിലാണ്, ഞാൻ പറഞ്ഞല്ലോ, വൈഡായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതായത് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന ഒരു ലോർലെസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അതേപോലെ തന്നെ എക്സൽ എന്ന് പറയുന്ന ഇത്രയും സാധ്യതയുണ്ടെന്നുള്ളത് എൻ്റെ ഒരു പുതിയ അറിവായിരുന്നു. അതെ, ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്, അല്ലേ? അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിലെല്ലാവരും നോക്കുക. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സാറിൻ്റെ സമയം ചെലവഴിച്ചതിൽ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് വീഡിയോസിലൂടെ കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.